ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മഹാറാലിക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ കാണുന്നത്. കൊല്ലത്ത് ആശ്രാമം മൈതാനിയിൽ നിന്നുമാണ് ഈ റാലി ആരംഭിക്കുന്നത്. അത് സമാപിക്കുന്നത് കൊല്ലത്ത് തന്നെയുള്ള കന്റോൺമെന്റ് മൈതാനിയിലാണ്. 6 മണിയോട് കൂടെയാണ് മഹാസമ്മേളനം അവിടെ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഒരു മഹാറാലിയാണ്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും വലിയ മനുഷ്യാവകാശ സംരക്ഷണ റാലിയാണ്. അവകാശ നിഷേധത്തിനെതിരെ അതിശക്തമായ ഒരു പോരാട്ടമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സമകാലീന മുസ്ലിം പ്രശ്നങ്ങൾ തിരുത്തിക്കുന്നതിനാവശ്യമായ ഒരു സമ്മർദ്ദ റാലി എന്ന നിലയിലാണ് ഇത് നടന്നു പോകുന്നത്. സമകാലീന സംഭവ വികാസങ്ങളിൽ മുസ്ലിമീങ്ങൾ വേദനയുള്ളവരാണ്. അതിന് തീർച്ചയായിട്ടും ഈ റാലി ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സമകാലീന സമയം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു അവകാശ സംരക്ഷണ റാലിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സമയം. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യം ഭരണഘടനയുടെ ഉയർന്ന മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ രാജ്യത്ത് ഉയർന്നു വരികയാണ്. ആ പ്രശ്നങ്ങളിൽ ഭരണകൂടം നിസ്സംഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അത്തരം ഒരു പ്രശ്നത്തിന് ജനാധിപത്യ മാർഗത്തിലൂടെ നിയമവിധേയമായ വഴിയിലൂടെ രാജ്യം ശ്രദ്ധിക്കണം. ഇത്തരം വീഴ്ചകൾ ഉണ്ടാകരുത്, ആവർത്തിക്കരുതെന്ന് താക്കീത് ചെയ്യുന്ന ഒരു ഉജ്ജ്വലമായിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഈ റാലി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 70ാം വാർഷികത്തിനോടൊപ്പം തന്നെ ഒരു മഹാറാലിയാണ്. ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. മഹാസമ്മേളനത്തിനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം താഴെ തട്ട് മുതൽ കേന്ദ്രം വരെ നീളുന്ന എല്ലാ ഘടകങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തിന് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമാന്തരങ്ങളിൽ നിന്നും വണ്ടികൾ സംഘടിപ്പിച്ച് അതിന്റെ പോഷക സംഘടനകൾ ആളുകളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും. ഒരു വർഷമായി എൻ്റെ ആഘോഷത്തിന്റെ തുടക്കം 25 ജനുവരി 1 മുതൽ തുടങ്ങി വെച്ചത് 26 ജനുവരിയിലാണ് എൻ്റെ വാർഷിക സമ്മേളനം. മഹാസമ്മേളനം തന്നെയായിരിക്കും, ശക്തി പ്രകടനവും തന്നെയായിരിക്കും. ഒരു കാലഘട്ടം ഇതൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി നടക്കുമ്പോൾ അത് വളരെ സൈലൻ്റായിട്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ അടിവച്ച് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കില്ല. കാരണം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ അടിച്ചമർത്താൻ, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ റാലിക്ക് അവിടെ ഇവിടെയൊക്കെ അനക്കം ഉണ്ടാവും. അപ്പോൾ ചില വരി തെറ്റും. അതെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകാം. വലിയ കാര്യം ഈ ഒരു സമയത്തെന്ന് പറയുന്നത് രാജ്യം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വലിയ ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി വലിയ രീതിയിൽ, അതായത് ലക്ഷം ആളുകളെ അണിനിരത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. 70ാം വാർഷികമാണ്. ഇതിനുശേഷം ആശ്രാമത്ത് നിന്നും ആരംഭിച്ച് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ പീരങ്കി മൈതാനം എന്ന് പറയുന്നത്. അവിടെ വരെ എത്തിച്ചേരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ജനസമൂഹം പല കോണുകളിൽ നിന്നും ആളുകൾ എങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും പരമോന്നതവും പരിശുദ്ധവുമായ ഇന്ത്യൻ ഭരണഘടന പോലും പുച്ഛിച്ച് തള്ളുകയും നശിപ്പിക്കപ്പെടുകയും പരിഗണിക്കപ്പെടാതെയും വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു അവകാശ സംരക്ഷണ റാലി എന്തുകൊണ്ടും അത്യന്താപേക്ഷിതമാണ്. വളരെ വളരെ അത്യന്താപേക്ഷിതം. കാലത്തിന്റെ ഒരു ആവശ്യം കൂടി, കാലത്തിന്റെ ഒരു ചോദിച്ചു വാങ്ങലാണ്, കാലത്തിന്റെ ഒരു ആവശ്യമാണ്. എന്തായാലും ആശ്രാമത്ത് നിന്ന് ആരംഭിക്കുന്നത് കന്റോൺമെന്റ് മൈതാനിയിലാണ് സമാപിക്കുന്നത്. നമുക്ക് കാണാം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇന്ന് ആരംഭിക്കും. കന്റോൺമെന്റ് മൈതാനിയിൽ 6 മണിക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ സയ്യിദ് സാഹിദ് ശിഹാബ് തലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പരിപാടിയിൽ വലിയ രീതിയിൽ, അതായത് ആ റാലി അവിടെ എത്തിത്തീർന്നതിന് ശേഷമായിരിക്കും മഹാസമ്മേളനം അവിടെ ആരംഭിക്കുകയും ചെയ്യുക. ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.